Good morning, all. Today we have with us Wimble Academy's Director and Master Trainer Faisal CA sir. I am very happy to welcome you to take our session. Welcome, sir. താങ്ക് യു സജന മാം. വളരെ സന്തോഷം. വിമൽ അക്കാദമിയുടെ കീഴിലായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മോർണിംഗ് സർക്കിൾ സംഘടിപ്പിക്കാൻ സാധിച്ചതിലും അതേപോലെ തന്നെ അതിനെ എല്ലാവരും വളരെ സജീവമായി തന്നെ ഇവിടെ ജോയിൻ ചെയ്യുന്നതിലുള്ള അതിയായ സന്തോഷം അറിയിക്കുകയാണ്. അതേപോലെ തന്നെ അത് മനോഹരമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന സജന മാമിനെയും ഈ ഒരു സമയത്ത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. വളരെ മനോഹരമായിട്ടുള്ള അതിവിശാലമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രഭാതത്തില് ഒരു ദിവസം പൊട്ടിമുളക്കുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും ഓരോ ദിവസത്തെയും നമുക്ക് ഒരു ജീവിതമായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. ഓരോ ദിവസത്തെയും ഒരു ജീവിതമായിട്ട് നമുക്ക് കാണാം. ഒരു ജീവിതത്തിന് ഒരു തുടക്കമുണ്ട്, അതിനൊരു അവസാനമുണ്ട്. ഓരോ ജീവിതത്തിനും ഒരു ജനനമുണ്ട്, അതേപോലെ തന്നെ ഒരു മരണവുമുണ്ട്. എന്നതുപോലെ തന്നെ ഓരോ ദിവസത്തെയും നമ്മൾ അതിനൊരു ജനനം, അതിരാവിലെ പ്രഭാതം, അതിന് ഒരു മരണമുണ്ട്, അത് രാത്രിയാണ്, നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന ഒരു സമയമാണ്. ഓരോ ജീവിതത്തിന്റെയും അതിൻ്റെ ഓൾഡ് ഏജ് അതല്ലെങ്കിൽ 60 അബവ് ആകുന്ന സമയത്ത് ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കും. സൈക്കോളജിയിലൊക്കെ ഓൾഡ് ഏജ് സമയത്ത് ഓരോ മനുഷ്യന്റെയും ചിന്തകളിലൂടെ കടന്നു പോകുന്ന ചില കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ ജീവിതം സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നോ, എൻ്റെ ജീവിതത്തെ എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയോ എന്ന ചില ചിന്തകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതേപോലെ തന്നെ ഓരോ ദിവസത്തിന്റെയും അവസാനത്തിൽ നമുക്ക് നമ്മുടെ മരണത്തിലേക്ക്, രാത്രി നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ചിന്തകളിൽ നമുക്ക് ഉണ്ടാകണം, ഈ ഒരു ദിവസത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയോ, ഒരു ദിവസം നമുക്ക് ലഭിച്ചിട്ട് നമ്മൾ എന്താണ് നിർവഹിച്ചത്, നമ്മുടെ ജീവിതം, നമ്മളുടെ ആ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയാണ് കൊണ്ടുവരാൻ പറ്റിയത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് ചിന്തിച്ചു പോകാൻ പറ്റുമ്പോഴാണ് നമുക്ക് മനോഹരമായിട്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് അല്ലെ? മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ആശയം, അതൊരു ആശയമാണ്. മനുഷ്യനായിട്ട് മറ്റുള്ളവരെ കാണാൻ പറ്റുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോഴും മനുഷ്യന്റെ ഒരു അവന്റെ ജീവിതത്തെ പ്രകടിപ്പിക്കുന്ന ഹ്യൂമാനിറ്റി അതല്ലെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ആ ഒരു ആശയത്തെ, ഒരു കാര്യത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. മനുഷ്യത്വത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കാത്തതോ അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് സന്തുഷ്ടം ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതോ ആകുന്നത്. അപ്പോൾ ജീവിതത്തിന് ഒരു ദിശയുണ്ടാകണം. നമ്മൾ എന്തിന് ജീവിക്കുന്നു എന്നത് പലപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എന്തിനാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത്? നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? നമ്മൾ എന്തിനാണ് ഈ ഓടുന്നത്? നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ സമയം, നമ്മുടെ സ്ട്രെസ്, നമ്മളുടെ ആങ്സൈറ്റികൾ, നമ്മളുടെ മറ്റു പ്രവർത്തനങ്ങൾ, ഇത് എന്തിനാണ് നമ്മൾ നിർവഹിക്കുന്നത് എന്ന ഒരു ആന്തരികമായ ചിന്ത നമ്മളെ എപ്പോഴും ഉണർത്തേണ്ടതുണ്ട്. നമ്മൾ ജീവിച്ച് കഷ്ടപ്പെട്ടാണോ ജീവിക്കുന്നത്, അതല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടാണോ ജീവിക്കുന്നത്? കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് നമ്മളുടെ ജീവിതം എങ്ങനെയാണ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക? ജീവിതത്തെ ലഹരിയാക്കാൻ നമുക്ക് സാധിക്കുന്നിടത്ത് നമ്മുടെ ഓരോ പ്രവർത്തനത്തെയും, ഇന്ന് ഇവിടെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഇവിടെ വന്ന് ഇരുന്ന് ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും, നിങ്ങൾ ഓരോരുത്തരും വന്ന് ഇവിടെ ക്ലാസ്സിൽ വന്ന് ഇരിക്കുമ്പോഴും നമ്മൾ ഇതിനെ ആസ്വദിക്കുന്നുണ്ടോ? നമ്മൾ ഇതിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ?
നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ഒരു മൈൻഡ്ഫുൾനെസ് ആയിട്ടാണോ? ഇങ്ങനെ നമ്മളുടെ ഓരോ പ്രവർത്തനത്തെയും ഇഷ്ടപ്പെട്ട്, പ്രയാസകരമായിട്ടുള്ള വിഷയങ്ങളെ പോലും ഇഷ്ടപ്പെട്ട് ചെയ്യാൻ, അതിനെ ആസ്വദിച്ച് ചെയ്യാൻ, അതിലൊരു ആനന്ദം കണ്ടെത്താൻ നമ്മളെ മക്കളെ വളർത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതല്ലെങ്കിൽ നമ്മള് സ്ത്രീകള്, ഉമ്മമാര്, അമ്മമാര് തങ്ങളുടെ മക്കളെ വളർത്തുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവര് ആ ഒരു മക്കളെ വളർത്തുന്ന സമയത്ത്, അതിലൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് രാത്രിയിൽ അവരുടെ ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും മറ്റു അസൗകര്യങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും ആ കുഞ്ഞിനെ വളർത്തുന്നതും സ്നേഹിക്കുന്നതും പാലൂട്ടുന്നതുമെല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. ഉറക്കം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെടുന്നു എന്നതിന്റെ പേരിൽ ആ കുട്ടിയോട് ദേഷ്യം പിടിക്കാറില്ല. ആ കുട്ടിയെ കുറച്ചുകൂടി ചേർത്ത് പിടിക്കും. കാരണം ആ ഒരു പ്രവർത്തനത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അങ്ങനെ കഷ്ടപ്പാടിൻ ഒരു ഇഷ്ടം നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. കഷ്ടപ്പാടുണ്ടെങ്കിലും അതിലൊരു ചാലഞ്ച് ഉണ്ടെങ്കിലും അതിലൊരു ഇഷ്ടം നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. അങ്ങനെ ജീവിതത്തെ ഒരു ലഹരിയായി നമുക്ക് കാണാൻ സാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ജീവിതത്തെ മനോഹരമായിട്ട് നമ്മൾ ആവിഷ്കരിക്കുന്നതിൽ മനുഷ്യത്വത്തിന് വലിയൊരു പങ്കുണ്ട്. മാനവികതയ്ക്ക് വലിയൊരു പങ്കുണ്ട്. മനുഷ്യനെ മനുഷ്യനായിട്ട് തിരിച്ചറിയുന്നത് ഇടത്തുനിന്നാണ് നമ്മുടെ വിജയം. ഒരാളെ നമ്മൾ കാണുന്ന സമയത്ത്, ഒരാളോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, അയാളുടെ നിറമോ, അയാളുടെ വലുപ്പമോ, അയാളുടെ സമ്പത്തോ, അയാളുടെ വിജ്ഞാനമോ ഒന്നും നോക്കാതെ അയാൾ ഒരു മനുഷ്യനാണോ, ആൾ എന്നെ പോലെ ഒരു മനുഷ്യനല്ലേ എന്ന ചിന്തയിൽ നിന്ന് ഒരാളെ കാണാൻ സാധിക്കുന്നിടത്ത് നിന്നാണ് മനുഷ്യൻ എന്ന് പറയുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും മനുഷ്യത്വം പുറത്തേക്ക് വരുന്നത്. ആ ചിന്തകളിൽ നിന്ന് ഹ്യൂമാനിറ്റി ഈസ് ദ ഹയസ്റ്റ് റിലീജിയൻ എന്നാണ് പറയുന്നത്. നമ്മളുടെ മതങ്ങളും നമ്മളുടെ വിശ്വാസങ്ങളും നമ്മുടെ നാഷണാലിറ്റി, നമ്മളുടെ ദേശീയതയും ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ എന്തൊക്കെ വിശ്വസിക്കുന്നുണ്ടോ അതിന്റെ എല്ലാം അപ്പുറത്തേക്ക് മനുഷ്യത്വം എന്ന് പറയുന്ന, ഒരു മാനവികത എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള സങ്കല്പമാണ് നമ്മളെ എല്ലാവരെയും ഒന്നാക്കുന്നത്, നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. അതാണ് നമ്മളെ ഏറ്റവും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും മനോഹാരിതയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോ ആ മാനവികതയുടെ, മനുഷ്യത്വത്തിന്റെ വാക്താക്കളായി നമുക്ക് മാറാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നന്നാവുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ട്രെയിനർ ആയിരിക്കാം, നമ്മളൊരു ടീച്ചർ ആയിരിക്കാം, നമ്മളൊരു സൈക്കോളജിസ്റ്റ് ആയിരിക്കാം, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ ഞാൻ നന്നായി തുടങ്ങുന്നിടത്ത് നിന്ന്, ഞാൻ എന്നെ സംസ്കരിക്കുന്നിടത്ത് നിന്ന്, ഞാൻ എന്നെ സമുദ്ധരിക്കുന്നിടത്ത് നിന്ന്, ഞാൻ എന്നെ വീണ്ടും വീണ്ടും രാഗി മൂർപ്പിക്കുന്നിടത്ത് നിന്ന്, അവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള മനുഷ്യന്റെ, മനുഷ്യത്വത്തിന്റെ ഒരു മനോഹരമായിട്ടുള്ള അത്യുന്നതമായിട്ടുള്ള ഒരു മാതൃകയെ നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിയുക. നമ്മൾ ഉപദേശിക്കാറുണ്ട്, നമ്മൾ സംസാരിക്കാറുണ്ട്, നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് മനുഷ്യന്റെ ഉള്ളിലേക്ക് കടന്നു കയറുന്ന, അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ആന്തരികമായിട്ട് അവന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മളുടെ ഒരു സ്വഭാവം, നമ്മളുടെ പെരുമാറ്റം അത് ഏറ്റവും മനോഹരമായിരിക്കണം. നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ അവരെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മളെ കണ്ടാൽ, നമ്മളുടെ സംസാരം ശ്രവിച്ചാൽ, നമ്മളുടെ ഒരു സാന്നിധ്യം ഉണ്ടായി കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്, ആ ഒരു രീതിയിലേക്ക് നമുക്ക് വളരാൻ സാധിക്കുന്നിടത്തുനിന്നാണ് മനുഷ്യൻ അവന്റെ ഏറ്റവും മനോഹരമായ തലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത്. അതിന് നമുക്ക് പറ്റുമെന്നുള്ളതാണ്. മരണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഒരു മനുഷ്യനും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. പക്ഷേ ആയിരക്കണക്കായിട്ടുള്ള മനുഷ്യന്മാരെ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മനുഷ്യത്വം കൊണ്ട് സാധിക്കും. മരണം കൊണ്ട്, മരണത്തിൽ നിന്ന് ലോകത്തൊരു മനുഷ്യനും, എല്ലാ മതമുള്ളവനും മതമില്ലാത്തവനുമായിട്ടുള്ള എല്ലാ മനുഷ്യന്മാരും ചിന്തിക്കുന്നതും ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് മരണം എന്ന് പറയുന്നത്. ആ മരണത്തിൽ നിന്ന് ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ സാധിക്കില്ല. പക്ഷേ ഒരുപാട് മനുഷ്യന്മാരെ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും.
ദ കൈൻഡ്നസ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഹ്യൂമാനിറ്റി. ദയ, കാരുണ്യം, നനവ്, നിനവ്, സ്നേഹം, സന്തോഷം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അതൊക്കെയാണ് ഹ്യൂമാനിറ്റിയുടെ ഒരു പര്യായം എന്ന് പറയുന്നത്. ഇത് നമ്മളിലൂടെ റിഫ്ലക്റ്റ് ചെയ്യണം. റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ ഈ കൈൻഡ്നസ്, ഈ ലവ്, ഈ ഒരു പീസ്, അതല്ലെങ്കിൽ മേഴ്സി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുക. നമ്മളിൽ നിന്ന് അതിന്റെ ഒരു റിസൾട്ട് ജനറേറ്റ് ചെയ്യണം. മറ്റുള്ളവരിലേക്ക് അത് ഒഴുകണമെങ്കിൽ, മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കണമെങ്കിൽ, മറ്റുള്ളവരിലേക്ക് എത്തണമെങ്കിൽ ആത്യന്തികമായിട്ട് ഇത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമാണ് എത്തുക. ആദ്യം ഇതെല്ലാം മനുഷ്യത്വത്തിന്റെ മനോഹരമായിട്ടുള്ള എല്ലാ സങ്കല്പങ്ങളും, എല്ലാ എല്ലാ ഗുണങ്ങളും നമ്മളിൽ വന്നു ചേരേണ്ടതുണ്ട്. അതിന് ഓരോ ദിവസവും നമ്മൾ പരിശ്രമിക്കുക. എനിക്ക് എവിടെയാണ് എന്റെ വീക്ക്നെസ്, എവിടെയാണ് എവിടെയാണ് എനിക്ക് നന്നാക്കാനുള്ളത്. എനിക്ക് എന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ജനിച്ച സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ജനിച്ചു വളർന്ന സമയത്ത് നമ്മളിൽ നിന്ന് ആ നന്മകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മളിലേക്ക് ഒരുപാട് ക്രൂരതകൾ വന്നിട്ടുണ്ട്. നമ്മുടെ സ്വഭാവങ്ങളിൽ ഒരുപാട് പെരുമാറ്റങ്ങളിൽ ഒരുപാട് മോശത്തരങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ചിന്താഗതികളിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പലരെക്കുറിച്ചും കുറ്റം പറയാറുണ്ട്. നമ്മൾ പലരെക്കുറിച്ചും ഇൻസൾട്ട് ചെയ്യാറുണ്ട്. നമ്മൾ ഇകഴ്ത്താറുണ്ട്. നമുക്ക് എവിടെയോ നമ്മളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പലരെയും ഉപദ്രവിക്കാറുണ്ട്. എങ്ങനെയാണ് ഉപദ്രവിക്കുന്നത്? നമ്മൾ അവരെ ആയുധം കൊണ്ടല്ല ഉപദ്രവിച്ചിട്ടുള്ളത്. നമ്മൾ കൈകൾ കൊണ്ടല്ല പക്ഷേ നമ്മൾ മനസ്സുകൊണ്ട് ഉപദ്രവിക്കുന്നുണ്ട്. ആ ഉപദ്രവത്തിൽ നിന്ന് നമ്മൾ മാറണം. നമ്മൾ പിന്തിരിയണം. അങ്ങനെ നമുക്ക് നമ്മളെ തിരിച്ചു പിടിക്കണം. നഷ്ടപ്പെട്ടു പോയ നമ്മളെ ആദ്യം തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കൈൻഡ്നസ്, ദ ഹ്യൂമാനിറ്റി ലാംഗ്വേജ്, മനുഷ്യത്വത്തിന്റെ ഭാഷയെ നമുക്ക് നമ്മളിലൂടെ കൊണ്ടുവരാൻ സാധിക്കും. നമ്മളുമായിട്ട് ഇടപഴകുന്നവരിലേക്ക് അതിനെ നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഒരു മനോഹരമായിട്ടുള്ള ചിരിയിലൂടെ, ഒരു സഹായത്തിലൂടെ, ഒരു കേൾവിയിലൂടെ. ഇതിനെല്ലാം ഒരു മനോഹാരിതയുണ്ട്. അതെല്ലാം നമുക്ക് ആ ഒരു കൈൻഡ്നസ് നമ്മളിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന സമയത്ത് അവിടെ രൂപപ്പെടുന്ന ഒരു മനുഷ്യത്വം, അവിടെ രൂപപ്പെടുന്ന നമ്മൾ എന്നത് മറ്റൊരു തലത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ വാക്കുകളും നമ്മളുടെ സമീപനങ്ങളും ഇടപെടലുകളും എല്ലാം ഉപദേശങ്ങൾക്കപ്പുറത്ത്, വാക്കുകൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കുന്നത്. നമ്മളെ കണ്ടുപഠിക്കുന്ന രീതിയിലേക്ക്, ഒരു സംസ്കാരത്തെ നമ്മളിലൂടെ കൊണ്ടുവരുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ളതാണ്. ഹ്യൂമാനിറ്റിയിൽ നമുക്ക് എക്സ്പെക്ടേഷനുകളില്ല. നമ്മൾ വല്ലതും പ്രതീക്ഷിച്ചുകൊണ്ട് അല്ല നമ്മൾ ആസ് എ മനുഷ്യൻ, ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾ പ്രവർത്തിക്കുന്നതോ ഇടപെടുന്നതോ. നമ്മളെ മക്കളെ നോക്കുന്നിടത്ത് പോലും നമുക്ക് ഒരു പ്രതീക്ഷ നമ്മൾ കൊടുക്കേണ്ടതില്ല. നമ്മളൊരാളെ സഹായിക്കുന്ന സമയത്തും നമുക്ക് അതിലൊരു എക്സ്പെക്ടേഷൻ ആവശ്യമില്ല. വിത്തൗട്ട് എക്സ്പെക്ടിങ് നത്തിങ്, നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ ആ ഒരു പ്രവർത്തനത്തില്, ആ ഹ്യൂമാനിറ്റിയിൽ നമ്മൾ ഹെൽപ്പിംഗ് വിത്തൗട്ട് എക്സ്പെക്ടിങ് എന്നുള്ളതാണ്. നമ്മൾ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ആ എക്സ്പെക്ട് ചെയ്യാതെ നമ്മളിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നിടത്ത് നമ്മൾ ആലോചിക്കുക. നമ്മുടെ പാരൻസിൽ നിന്ന്, നമ്മുടെ കുട്ടികളിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ടതില്ല. എക്സ്പെക്ട് ചെയ്യാതെ നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യം, അതാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ അത് എക്സ്പെക്ട് ചെയ്ത് എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് പലതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നത്. അതിനേക്കാൾ അപ്പുറത്ത് ആ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ ആനന്ദം കണ്ടെത്തുക. മക്കളെ നോക്കുന്നുണ്ട്, ആ മക്കളെ നോക്കുന്നതിൽ നമ്മൾ ആനന്ദം കണ്ടെത്തുക. നാളെ തന്നെ മക്കൾ തിരിച്ചു നോക്കുമോ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം, ആ പ്രവർത്തനം നമുക്ക് വേണ്ടിയോ സമൂഹത്തിന് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ എന്തുമാകട്ടെ, ആ പ്രവർത്തനത്തിൽ ഈവൻ നമ്മളിപ്പോ ഇവിടെ കൂടിയിരിക്കുന്ന ഒരു പ്രവർത്തനത്തിൽ പോലും നമ്മൾ എന്ത് കണ്ടെത്തണം? ഒരു സന്തോഷം, ഒരു ആനന്ദം. നമ്മൾ അതിലൂടെ ഒരു 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 ലക്ഷ്യം നമ്മൾ കണ്ടെത്തുമ്പോൾ മാത്രമാണ്
നമുക്ക് എക്സ്പെക്ട് ചെയ്യാതെ നമുക്ക് ഓരോ കാര്യങ്ങളും നിർവഹിക്കാൻ നമുക്ക് സാധിക്കുക. മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നിടത്ത് നിന്നാണ് നമ്മളെ ഏറ്റവും മനോഹരമായി ആവിഷ്കരിക്കാൻ നമുക്ക് സാധിക്കുക. വൈജാത്യങ്ങളുടെ ഇന്ത്യയാണ്, വൈവിധ്യങ്ങളുടെ ഇന്ത്യയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഡിഫറെന്റ് കളറുകൾ ഉണ്ടാകുമ്പോഴാണ് അവിടെ ഒരു മഴവില്ല് രൂപപ്പെടുന്നത്. വെള്ള മാത്രം ഉണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ കറുപ്പ് മാത്രം ഉണ്ടാകുമ്പോൾ, മഞ്ഞ മാത്രം ഉണ്ടാകുമ്പോൾ, ചുവപ്പ് മാത്രം ഉണ്ടാകുമ്പോൾ അതൊരു റെയിൻബോ ആകില്ല. മറിച്ച് 7 വർണ്ണങ്ങൾ ഒരേപോലെ സമ്മിശ്രമായി ഇങ്ങനെ അടങ്ങിയിരിക്കുമ്പോഴാണ്, അതിങ്ങനെ ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒരു മനോഹരമായിട്ടുള്ള റെയിൻബോ രൂപപ്പെടുന്നത്. ഇതേപോലെ ഒരുപാട് വർണ്ണങ്ങളും ഒരുപാട് നിറങ്ങളും ഒരുപാട് ഭാഷകളും ദേശങ്ങളും ഒക്കെ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നിടത്ത്, അങ്ങനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നിടത്ത്, ഒരു അഡാപ്റ്റബിലിറ്റി നമുക്ക് രൂപപ്പെടാൻ സാധിക്കുന്നിടത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കും. നമ്മളെ എവിടെയെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ കൂട്ടത്തിലേക്ക് നമുക്ക് ചേരാൻ സാധിക്കണം. അവിടെയാണ് നമ്മളുടെ അഡാപ്റ്റബിലിറ്റി രൂപപ്പെടുന്നത്. ആ വൈവിധ്യങ്ങളിൽ, ആ വൈജാത്യങ്ങളിൽ, ആ ക്രിയേറ്റിവിറ്റിയിൽ നമുക്ക് ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. അതിനെ ഇഷ്ടപ്പെടാൻ സാധിക്കണം. അത് ഒരു മാനവികതയാണ്, ഒരു മാനുഷികതയാണ്, ഒരു മനുഷ്യത്വമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അവിടെയാണ് ഉയർച്ചയുള്ളവനും ഉയർച്ചയില്ലാത്തവനും, ഉള്ളവനും ഇല്ലാത്തവനും, ഇങ്ങനെ തുടങ്ങി എല്ലാവരെയും നമുക്ക് ഉൾക്കൊള്ളാനും ചേർത്തു പിടിക്കാനും ഒരേ വരിയിൽ നിൽക്കാനും ചേർന്ന് നിൽക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത്. അല്ലെങ്കിൽ അവിടെയെല്ലാം മതിലുകൾ നമുക്ക് രൂപപ്പെടും എന്നുള്ളതാണ്. ടെക്നോളജികൾ നമ്മളെ കണക്ട് ചെയ്യാൻ ഉപയോഗപ്പെടുത്തുന്നതാണ്, ടു ബി യൂസ്ഡ് ആണ്, നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. പക്ഷേ മനുഷ്യന്മാരെ നമുക്ക് ടു ബി ലവ്ഡ്, നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണം. കണക്ടിവിറ്റികൾ, ടെക്നോളജികൾ രൂപപ്പെടുന്നത് ഫാസ്റ്ററായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഡീപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മനുഷ്യത്വം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ പലപ്പോഴും ടെക്നോളജികളെ നമ്മൾ തൊടുകയും തലോടുകയും ചെയ്യാറുണ്ട്. നമ്മൾ മൊബൈൽ ഫോണുകളെ നമ്മൾ എത്രയോ തവണ എടുക്കാറുണ്ട്, അതിനെ തുടയ്ക്കാറുണ്ട്, അതിനെ തലോടാറുണ്ട്. പക്ഷേ നമ്മളുടെ മക്കളെ, നമ്മളുടെ ഭാര്യയെ, നമ്മളുടെ ഭർത്താവിനെ, നമ്മളുടെ ഉമ്മയെ, അമ്മയെ, നമ്മുടെ അച്ഛനെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മളുടെ കൂട്ടുകാരെ നമ്മൾ ചേർത്ത് പിടിക്കാറുണ്ടോ? നമ്മൾ തലോടാറുണ്ടോ? നമ്മൾ കെട്ടിപ്പിടിക്കാറുണ്ടോ? നമ്മളൊരു ഹസ്തദാനം ചെയ്യാറുണ്ടോ? ഇതെല്ലാം ചെയ്യുന്നത് ഒരു ഉപരിപ്ലവമായിട്ടുള്ള, അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ പോലും അറിയാതെ എന്തൊക്കെയോ ചെയ്തു പോവുകയാണോ? അതല്ല, നമ്മൾ കരുതിക്കൂട്ടി, നമ്മൾ കോൺഷ്യസ് ആയി, നമ്മൾ മൈൻഡ്ഫുൾനെസ് ആയിട്ടാണോ നമ്മൾ നിർവഹിക്കുന്നത്? നമ്മുടെ മക്കളെ കോൺഷ്യസ്ലി നമ്മൾ ഉമ്മ വെച്ചത് എപ്പോഴാണ്? നമ്മളുടെ ഫാദറിനെ, നമ്മളുടെ മദറിനെ, നമ്മളുടെ ഒരു കൂട്ടുകാരനെ അതിയായി സ്നേഹിച്ചുകൊണ്ട് ഒരു മുത്തം നമ്മൾ കൊടുത്തിട്ടുണ്ടോ? അവിടെയെല്ലാം നമ്മൾക്ക് ഒരു ടു ബി ലവ്ഡ്, അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. അതിനൊരു ഒരു എനർജി ഉണ്ട്. എനർജി നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല എനർജി നമ്മളിൽ നിന്ന് രൂപപ്പെടുന്നത്, മറിച്ച് നമ്മൾ എവിടെയോ ഇരുന്ന്, ഞാനിവിടെ തൃശ്ശൂര് എൻ്റെ അക്കാദമിയിൽ ഇരുന്ന് ഞാൻ സംസാരിക്കുമ്പോഴും, നിങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് സംസാരിക്കുമ്പോഴും എന്നിൽ നിന്ന് നിങ്ങളിലേക്ക് ഒരു എനർജി പാസ് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് ഒരു എനർജി ഇങ്ങോട്ടും പാസ് ചെയ്യപ്പെടുന്നുണ്ട്. ആ എനർജറ്റിക് എനർജി ആകാം, അതല്ലെങ്കിൽ ഒരു ഹാപ്പി എനർജി ആകാം, അതല്ലെങ്കിൽ ഒരു ജോയ്ഫുൾ എനർജി ആകാം. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള എനർജികളെ നമുക്ക് പാസ് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് നമ്മളിൽ നിന്ന് പാസ് ചെയ്യപ്പെടാൻ സാധിക്കണം. അപ്പൊ ആയതുകൊണ്ട് ഫീലിംഗ് വാട്ട് അതേഴ്സ് ഫീൽ, ഓക്കെ, നമുക്ക് മറ്റുള്ളവരെ ഒരു മനുഷ്യനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നിടത്ത്, അവരുടെ സിറ്റുവേഷനെ നമ്മളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നിടത്ത് നിന്ന് എല്ലാ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പരിഹാരം ഉദിക്കുകയാണ്. അതൊരു പ്രയാസമായിട്ടോ പ്രശ്നമായിട്ടോ നമുക്കോ അവർക്കോ പ്രശ്നമായിട്ട് വരാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു രീതിയിൽ മറ്റുള്ളവരെ ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്, വെൻ വി ലിഫ്റ്റ് അതേഴ്സ് വി റൈസ് ടു, മറ്റുള്ളവരെ കൈപിടിച്ചുയർത്തുക എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കാര്യം, അത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം.
മറ്റുള്ളവരെ ഉയർത്തുക, മറ്റുള്ളവരെ എംപവർ ചെയ്യുക, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുക. അതാണ് ദ റിയൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഓരോ മനുഷ്യനിലും ഒരു ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ആ ലീഡർഷിപ്പ് കപ്പാസിറ്റിയെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ കുടുംബത്തെ, അതല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയെ നമുക്ക് ഫസ്റ്റിലെ നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കുന്നത്. നമ്മളൊരു ബിസിനസ്മാൻ ആണെങ്കിൽ, നമ്മളൊരു ടീച്ചർ ആണെങ്കിൽ, തീർച്ചയായിട്ടും മറ്റുള്ളവർ ഏത് പൊസിഷനിലേക്കാണോ എത്തേണ്ടത്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അവനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുന്നിടത്ത് അവനെ തിരിച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് കപ്പാസിറ്റികളുണ്ട്, കഴിവുകളുണ്ട്. ആ കഴിവുകളിലേക്ക് അവനെ സഞ്ചരിപ്പിക്കാൻ നമ്മളെടുക്കുന്ന ഒരു എഫേർട്ട് യാതൊന്നും എക്സ്പെക്ട് ചെയ്യാതെ, നമ്മളതൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മൾ വഴിയിലൂടെ പോകുന്ന ഒരു കുട്ടിയെ കാണുന്ന സമയത്ത് ആ കുട്ടിയോട് ചിരിക്കുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെയാണ്. ആ കുട്ടിയോട് ചില നല്ല വാക്കുകൾ പറയുന്നത് നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യാതെയാണ്. ആ കുട്ടിക്ക് ചില ഗൈഡൻസുകൾ കൊടുക്കുന്നത് നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യാതെയാണ്. ആ കുട്ടിക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കുന്നത്, ആ കുട്ടിയെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്, ആ കുട്ടിക്ക് എന്തെങ്കിലും ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നത്, ആ കുട്ടിയെ ചേർത്ത് പിടിക്കുന്നത്, ഇങ്ങനെ നമ്മൾ നമ്മളായി തീരുന്നത് ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ഒരാളെ വളർത്തി വലുതാക്കി അവന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള തലങ്ങളിലേക്ക് അവൻ എത്തിക്കുമ്പോഴാണ് നമുക്ക് ഒരാളെയെങ്കിലും ടാർഗറ്റ് ചെയ്യാൻ സാധിക്കുമോ. പടുകുഴിയിൽ നിൽക്കുന്ന, ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന, ഒന്നും എനിക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന, അതല്ലെങ്കിൽ ആ ഒരാളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ തറവാട്ടിലെ, അവന്റെ കുടുംബത്തിലെ എല്ലാ കണ്ണികളിലെയും ദാരിദ്ര്യത്തെ മാറ്റാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരാളെയെങ്കിലും നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുമോ. അവന്റെ സ്ട്രെങ്തിനെ കണ്ടെത്താനും അവനെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാനും നമുക്ക് പറ്റുമോ. നമുക്ക് ഒരാളെ ടാർഗറ്റ് ചെയ്യാം. ഒരുപാട് ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ പ്രദേശത്തെ, നമ്മുടെ വലയത്തിലെ ഒരാളെ ടാർഗറ്റ് ചെയ്ത് അവരെ നമുക്ക് എംപവർ ചെയ്ത് കൂട്ടുപിടിച്ച് അതൊന്നും എക്സ്പെക്ട് ചെയ്യാതെ ഒരു നിലയിലേക്ക് എത്തിക്കാൻ ഒരാളെ, അതല്ലെങ്കിൽ 2 ആളെ, 10 ആളെ, 100 ആളെ, 1000 ആളെ, നമുക്ക് ഒന്നിൽ നിന്ന് തുടങ്ങാം. അങ്ങനെ നമുക്ക് എത്ര പേരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വെൻ വി ലിഫ്റ്റ് അതേഴ്സ്, മറ്റുള്ളവരെ നമ്മളെ ഉയർത്തുമ്പോൾ വി റൈസ് ടു, നമ്മൾ ഉദിക്കുകയാണ്, നമ്മൾ കുതിക്കുകയാണ്, നമ്മൾ മുന്നോട്ട് പോകുകയാണ്. അതിന് ആകാശത്തോളം വിശാലമായ ഒരു മനസ്സ് നമുക്ക് വേണം. എല്ലാം പൊറുക്കാനും എല്ലാം നമുക്ക് കളയാനും നമുക്ക് സാധിക്കണം. അതിനുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു മനസ്സ്, അതിവിശാലമായിട്ടുള്ള, ആകാശത്തോളം വിശാലമായിട്ടുള്ള, നമ്മൾ ഇവിടെ ഭൂമിയിൽ നിന്ന് നിൽക്കുമ്പോൾ, നമ്മൾ മണ്ണിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആകാശമല്ല, നമ്മൾ ഉയരുമ്പോൾ, നമ്മൾ വീണ്ടും വീണ്ടും മുകളിലേക്ക് ഉയരുമ്പോൾ അതിനേക്കാൾ അതിവിശാലമായിട്ടുള്ള ഭൂമിയെയും അതിന്റെ അപ്പുറത്തുള്ള അതിവിശാലതയെയും നമുക്ക് കാണാൻ പറ്റണം. അതിന് നമ്മൾ ഉയരണം. നമ്മൾ മണ്ണിൽ തന്നെ നിൽക്കാതെ മണ്ണിൽ നിന്ന് പതിയെ പതിയെ നമ്മൾ ഉയരുക. നമ്മളുടെ വിജ്ഞാനം കൊണ്ട്, നമ്മളുടെ സ്വഭാവം കൊണ്ട്, നമ്മളുടെ പ്രതീക്ഷകൾ കൊണ്ട്, നമ്മുടെ ക്രിയേറ്റിവിറ്റികൾ കൊണ്ട്, നമ്മുടെ ലീഡർഷിപ്പ് കൊണ്ട് നമ്മൾ ഉയർത്തുക. അങ്ങനെ ഉയരുന്ന സമയത്ത് നമുക്ക് അതിവിശാലമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള, പരന്നു കിടക്കുന്ന, കണ്ണെത്താ ദൂരമുള്ള അതിവിശാലമായിട്ടുള്ള ആകാശത്തെ നമുക്ക് കാണാൻ പറ്റും. അത്രത്തോളം വിശാലമായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കുക. അങ്ങനെ രൂപപ്പെടുന്ന സമയത്ത് നമ്മുടെ ചിന്തകളിലും, നമ്മളുടെ ഇടപെടലുകളിലും, നമ്മുടെ സമീപനങ്ങളിലും, നമ്മുടെ വാക്കുകളിലും, നമ്മുടെ പെരുമാറ്റങ്ങളിലും ഒക്കെ ഒരു വിശാലത രൂപപ്പെടും. എന്തിനോടും ഒരു ഒരു നീതി പുലർത്താൻ നമുക്ക് സാധിക്കും. എല്ലാ മനുഷ്യന്മാരോടും ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് പെരുമാറാൻ സാധിക്കുന്നിടത്ത് നിന്ന് അതിമനോഹരമായിട്ടുള്ള ഒരു മനുഷ്യനാകാൻ, ഫൈസലിൽ നിന്ന് ഒരു മനുഷ്യനിലേക്ക് രൂപപ്പെടാൻ, ഫൈസലിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഒരു മനുഷ്യത്വം രൂപപ്പെടാൻ, അവനിലൂടെ ഒരുപാട് ആളുകൾ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിവിശാലമായിട്ടുള്ള ഒരു മനസ്സിന്റെ വക്താക്കളായി നമ്മൾ മാറുമ്പോൾ അവിടെ ഹ്യൂമാനിറ്റി ഉണ്ടാവുകയാണ്. ബീയിങ് ഹ്യൂമൻ ഈസ് എ ചാൻസ് എന്ന് പറയുന്നത്. നമ്മളൊരു മനുഷ്യനായിട്ട് രൂപപ്പെടുന്നത് ഒരു ചാൻസ് ആണ്. ബീയിങ് ഹ്യൂമാനിറ്റി ഈസ് എ ചോയ്സ് എന്നുള്ളതാണ്. നമുക്കൊരു മനുഷ്യത്വമുള്ള ആളായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു ചാൻസ് ആണ്. അത് നമുക്ക് വേണോ വേണ്ടേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും
സാധിക്കേണ്ടതുണ്ട്. അപ്പോ നമ്മൾ ആ ഒരു ഹ്യൂമാനിറ്റിയെ, മനുഷ്യത്വത്തെ, മാനവികതയെ, വൈജാത്യത്തെ ഉൾക്കൊള്ളാനും പെരുമാറാനും നമുക്ക് 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 സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ ബിഗിൻ ചെയ്യണം. ഹ്യൂമാനിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു മനുഷ്യത്വത്തെ സമൂഹത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് ഞാൻ എന്നിലേക്ക് നോക്കുക. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ പെരുമാറ്റം എങ്ങനെയാണ്, ഞാൻ എൻ്റെ ഭാര്യയോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഞാൻ എൻ്റെ അമ്മയോട് പെരുമാറുന്നത് എങ്ങനെയാണ്, ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പെരുമാറുന്നത് എങ്ങനെയാണ്. ഇങ്ങനെ നമുക്ക് നമ്മളിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും എത്തിയിട്ടും ഞാൻ എൻ്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഞാനൊരു ധിക്കാരിയാണ്, ഞാനൊരു മോശം പ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ്, ഞാൻ ആജ്ഞാപിക്കുന്ന ഒരാളാണ്, സ്നേഹം ഒരു കാരണവശാലും എൻ്റെ കുടുംബത്തിന് കൊടുക്കാത്ത ഒരാളാണ്, സ്വഭാവം കൊണ്ട് ഏറ്റവും മോശമായിട്ട് കുടുംബത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ഏറ്റവും പ്രധാനം നമ്മൾ നമ്മളുടെ വീട്ടിൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. വീട്ടിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. അതിന് ആ ഒരു മനുഷ്യത്വത്തെ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ തുടങ്ങുക. അതിനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിലൂടെ അതിനെ വികസിപ്പിക്കുക. ആ വികസിപ്പിച്ച് നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് മറ്റുള്ളവരിലേക്ക് അതിനെ റിഫ്ലക്റ്റ് ചെയ്യുക, അതിനെ ഉൽപ്പാദിപ്പിക്കുക. ആസ് എ പ്രൊഡക്റ്റ് നമ്മൾ ഓരോരുത്തരും പ്രൊഡക്റ്റുകളാണ്. മനുഷ്യത്വത്തിന്റെ, മാനവികതയുടെ പ്രൊഡക്റ്റുകളായിട്ട് നമ്മൾ മാറുക. നമ്മളെ കണ്ടായിരിക്കണം മറ്റുള്ളവർ മാതൃകയാക്കേണ്ടത്. നമ്മളുടെ സംസാരങ്ങളും നമ്മുടെ ഇടപെടലുകളും നമ്മുടെ സംസാരങ്ങളും നമ്മളുടെ പെരുമാറ്റങ്ങളുമെല്ലാം മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന, മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന, മറ്റുള്ളവരെ നല്ല ദിശയിലേക്ക് സഞ്ചരിപ്പിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്ന സമയത്ത് നമ്മളെല്ലാം ഓരോ ബ്രാൻഡുകളായിട്ട് മാറും. നമ്മളെല്ലാം മനുഷ്യന്മാരുടെ ബ്രാൻഡുകളാകും. നമ്മളെല്ലാവരും മനുഷ്യത്വത്തിന്റെ ബ്രാൻഡുകളാകും. നമ്മളെ കണ്ട് ചില സംസ്കാരങ്ങൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും രൂപപ്പെട്ടു വരണം. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവരുന്ന, ഏറ്റവും എത്തിക്കലായിട്ട് പ്രവർത്തിക്കുന്ന, നമുക്ക് അവകാശപ്പെടുന്നതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുകയും നമുക്ക് അവകാശപ്പെടാത്തതെല്ലാം നമ്മൾ നിരാകരിക്കുകയും മറ്റുള്ളവർക്ക് അവകാശപ്പെടുന്നതും അവർക്ക് ലഭിക്കേണ്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വിട്ടുകൊടുക്കുന്നതുമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ആശയത്തിന്റെ, മനോഹരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ വാക്താക്കളാക്കി നമ്മൾ മാറുന്ന സമയത്ത് അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ജീവിക്കാൻ തോന്നും, ജീവിക്കണം. ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് മനുഷ്യത്വം മാറണം. എനിക്ക് എഴുന്നേൽക്കണം. എന്തുകൊണ്ട് നമുക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു പർപ്പസ് ഇല്ല എന്നുള്ളതാണ്. എനിക്ക് ചെയ്യാനൊന്നുമില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്താണ് എൻ്റെ ജീവിതത്തിന്റെ പർപ്പസ്? ഞാൻ എന്തിന് ജീവിക്കണം? ഞാൻ എൻ്റെ അക്കാദമിയിലേക്ക് വരണം? ഞാൻ എന്തിന് കോഴ്സുകൾ കൊടുക്കണം? ഞാൻ എന്തിന് വരണം? ഞാൻ എന്തിന് സംസാരിക്കണം? അതിന്റെ പർപ്പസോ അതിന്റെ ലക്ഷ്യമോ അതിന്റെ മീനിങ്ങോ അറിയാത്തിടത്തോളം കാലം നമുക്ക് നമ്മുടെ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കാൻ തോന്നില്ല. വീണ്ടും ഉറങ്ങാൻ തോന്നും. പക്ഷേ ഉറക്കത്തെ മാറ്റിവെക്കുന്ന, ഉറങ്ങാൻ പോലും തോന്നാത്ത, റെസ്റ്റ് എടുക്കാൻ തോന്നാത്ത, നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം, ജീവിച്ചുകൊണ്ടേയിരിക്കണം, അതൊരു ലഹരിയായി മാറണമെങ്കിൽ നമുക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാകണം. ആ ലക്ഷ്യങ്ങൾക്ക് നല്ല മീനിങ്ങുകൾ ഉണ്ടാകണം. നമ്മുടെ മനുഷ്യൻ എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരിലും ചില മാനവികതയും മനുഷ്യത്വങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രമാണ് മനോഹരമായിട്ടുള്ള നമ്മൾ ആവിഷ്കരിക്കാൻ നമുക്ക് സാധിക്കുക. ഒരു മനോഹരമായിട്ടുള്ള ഫൈസലാകാൻ, മനോഹരമായിട്ടുള്ള സജനയും ജിഷയും സുമയ്യയും ഇങ്ങനെ തുടങ്ങി നമ്മളെ മനോഹരമായിട്ട് ആവിഷ്കരിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തെ നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കും. ഒരുപാട് മനുഷ്യന്മാരുടെ ഹൃദയങ്ങളിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന നമ്മളായി തീരാൻ നമുക്ക് സാധിക്കണം. ഹൃദയങ്ങളിൽ നിന്ന് അകറ്റുന്ന മനുഷ്യന്മാരായിട്ട് മാറുന്നതിന് പകരം ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കുന്നിടത്ത് നമ്മൾ ആലോചിക്കുക, എത്ര മനുഷ്യന്മാരുടെ ഹൃദയത്തിന്റെ ആന്തരങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നുണ്ട് എന്നുള്ളത് അപൂർവമായിരിക്കും. കാരണം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക്, ആ ഹൃദയ കവാടങ്ങൾ തുറന്ന് അതിൻ്റെ ഉള്ളിലൊരു സ്പേസ് കിട്ടാൻ നമ്മൾ ചില്ലറ പണിയെടുത്താലൊന്നും പോരാ. മറിച്ച് അവന്റെ ഉള്ളൊന്ന് തട്ടണം. ആ ഉള്ളിൽ തട്ടുന്ന ഒരു പ്രവർത്തനം നിർവഹിക്കുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഒരു സ്പേസ് നമുക്ക് കിട്ടുക. അങ്ങനെ ആയിരക്കണക്കായിട്ടുള്ള മനുഷ്യന്മാരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു സ്പേസ് നമുക്ക് കിട്ടണമെങ്കിൽ
നമ്മൾ റിസ്കുകൾ എടുക്കണം, ചില ചലഞ്ചുകൾ എടുക്കണം, ഉറക്കത്തെ മാറ്റിവെക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്നിടത്തുനിന്ന് നമ്മുടെ മരണശേഷവും നമ്മളുടെ മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും. നമ്മളുടെ മരണത്തിന്റെ ശേഷം ഒരുപാട് വർഷങ്ങളും ഒരുപാട് മനുഷ്യന്മാരുടെ ഹൃദയങ്ങളിലൂടെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നിടത്ത് നമ്മുടെ ജീവിതത്തെ നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേരുകയാണ്. വിംബിൾ അക്കാദമിയോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ലേണേഴ്സിനും പാർട്ടിസിപ്പൻസിനും ഒക്കെ സന്തോഷവും സ്നേഹവും ഒക്കെ അറിയിച്ചുകൊണ്ട് ഈ ഒരു സമയം നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്തതിലുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് ഈ ഒരു സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങളോ അതല്ലെങ്കിൽ ഇതിനോട് എന്തെങ്കിലും ചേർത്തി പറയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള അവസരമാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്തതിൽ സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു ട്രെയിനർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ട്രെയിനിങ് സെഷൻ മോർണിംഗ് സർക്കിളിൽ ക്ലാസ് എടുക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും സുസ്വാഗതം. നിങ്ങൾക്ക് സ്ലോട്ടുകൾ നമ്മൾ അനുവദിച്ച് നൽകുന്നതായിരിക്കും. വിശേഷിച്ചും ഇവിടെ ലൈവിൽ വരുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പരിഗണന. അപ്പൊ ആയതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. വിംബിൾ അക്കാദമിയുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവരാനും ചേർത്ത് പിടിക്കാനുമുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ക്ലാസ്സുകൾ എടുക്കുന്നവരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള മനുഷ്യന്മാരായിട്ട് ആവിഷ്കരിക്കുന്നിടത്തും നമുക്ക് മുന്നോട്ട് പോകണം. അതിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാം. അപ്പോൾ ക്ലാസ് എടുക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സജ്ന മാമിനെ നിങ്ങൾ എല്ലാവരും ബന്ധപ്പെടുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.